ഹായ്. അപ്പൊ അതെ വലിയൊരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നാക്കേണ്ട. മാളൂന് ഇന്ന് 2 തിടമ്പ് 2 സ്പെഷ്യൽ വ്യക്തികൾക്ക് കൊടുക്കാറുണ്ട്. ആർക്കാണ് മാളൂര്? ഒന്ന് നമ്മുടെ മുഖ്യമന്ത്രി. അതെ, എന്തായിരുന്നു മോഹൻലാൽ. അതെ, നമ്മുടെ ലാലേട്ടനും പറവുണ്ട് സ്വന്തം നമ്മുടെ മുഖ്യമന്ത്രിക്കും ഇന്ന് തിടമ്പ് കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ മാളൂന് വന്നിട്ടുണ്ട്. അപ്പോ ഇന്ന് അതിന്റെ വീഡിയോ ആണ്. അതിന്റെ ചെറിയൊരു സങ്കടമുണ്ട് അല്ലെ മാളൂ? അത് നമുക്ക് വീഡിയോന്റെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കണ്ടാലോ. ഏട്ടായും അമ്മയും ഞാനും കൂടിയാണ് പ്രോഗ്രാമിന് പോയത്. നമ്മുടെ പറവൂര് വെച്ച് നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിക്ക് പൗരാവലി കൊടുത്ത സ്വീകരണത്തിൽ വെച്ചാണ്ടാ ഈ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോ നല്ല മഴയായിരുന്നു കേട്ടാ. പക്ഷെ എത്ര മഴയാണെങ്കിലും ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടാ, മുഖ്യമന്ത്രിനെയും ലാലേട്ടനെയും കാണാൻ വേണ്ടി. ഞാനും ആളും ഇവിടെ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. നമ്മൾ കൊടുക്കുന്ന തിടമ്പ് പോലീസ് സ്ക്വാഡിന്റെ മുമ്പിൽ ചെക്കിങ്ങിന് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ രാവിലെ വന്നത്. ഇതാണ് കേട്ടാ ലാലേട്ടന് കൊടുക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ തിടമ്പ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടാ ഇതേപോലത്തെ ഒരു ഭാഗ്യം എന്നെ തേടി എത്തുമെന്ന്. ഇനി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ഉണ്ടാക്കിയ തിടമ്പ് ഞാൻ കാണിച്ചു തരാട്ടാ. ഒരുപാട് ആഗ്രഹത്തോടെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടാ ഈ തിടമ്പ്. എങ്ങനെയുണ്ട് ഒന്ന് കമന്റ് ചെയ്യണോട്ടാ. തിടമ്പുകളെല്ലാം ചെക്കിങ്ങിന് വേണ്ടി ചെയർമാന്റെ കയ്യിലാണ് കേട്ടോ ഞങ്ങൾ ഏൽപ്പിച്ചത്. ഈ തിടമ്പ് കണ്ടപ്പോ ചെയർമാനും ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാളു ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞപ്പോ എല്ലാവരും മാളുവിനെ അഭിനന്ദിച്ചു. മെഡിക്കാണല്ലോ, നല്ല ഭംഗിയുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എനിക്കും ഒരുപാട് സന്തോഷമായിട്ടാ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ മുഖ്യമന്ത്രി എത്തിയപ്പോ പറവൂരുകാർക്കുള്ള സന്തോഷവും സ്നേഹവും അതൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അടുത്ത കാത്തിരിപ്പ് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ആ ഒരു മാസ എൻട്രിക്ക് വേണ്ടിയാണ് കേട്ടാ. ഒരുപാട് വൈകിയില്ല. നമ്മുടെ ലാലേട്ടൻ അങ്ങനെ സ്റ്റേജിലോട്ട് കയറി വന്നപ്പില്ലേ എന്റെ പൊന്നു ജനം അങ്ങ് ഇളകി മറിഞ്ഞു. ലാലേട്ടൻ വന്നോടെ പരിപാടിക്ക് ഇരട്ടി മധുരമായി. പിന്നെ ഉള്ള കാത്തിരിപ്പ് ലാലേട്ടന്റെ സംസാരം ഒന്ന് കേൾക്കാനുള്ളതായിരുന്നു കേട്ടാ. അത് കഴിഞ്ഞാണ് നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എത്തിയതട്ടാ. ഞാൻ ഉണ്ടാക്കിയ തിടമ്പ് നന്ദുസ്ഥാമിന്റെ പേരില് ലാലേട്ടന് കൊടുത്തട്ടാ. ആ സമയത്ത് എനിക്കുണ്ടായ സന്തോഷമില്ലേ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടി CM കൊണ്ട് തിടമ്പ് കൊടുത്തട്ടാ. ലാലേട്ടനും നേരിട്ട് തിടമ്പ് കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ വൈകിപ്പോയി ഇത് റിപ്പോർട്ട് ചെയ്യാൻ. ഈ ഒരു അവസരത്തിന് എന്റെ കൂടെ നിന്ന് നിർമ്മല ചേച്ചിക്കും ആൽവിൻ ചേട്ടനും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സാബുച്ചേട്ടനും ദീപക്കേട്ടനും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ് മോഹൻലാല്. മോഹൻലാലിന് ഒരു തിടമ്പ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നേരിട്ട് കൊടുത്താൽ കൊണ്ട് കൊടുത്താലാന്നുള്ളത് അത് നടക്കാതെ വന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ അതെന്തായാലും ഉണ്ടാവുമല്ലോ, ചെറിയ സങ്കടം എനിക്കുണ്ട്. പക്ഷെ സാരമില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയത് തിടമ്പ് മോഹൻലാലിന്റെ കയ്യിലിരിക്കണ കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണണം. നേരിട്ട് കാണാൻ പറ്റിയില്ലേ? മോഹൻലാലിന് നേരിട്ട് കാണാൻ പറ്റി, എന്നാലും ഒരു വിഷമം. അപ്പൊ ഇനി പുതിയൊരു നാളെ കാണാം.